അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. ഞാൻ 2 കൊല്ലം മുന്നേ മലയാളി പണിക്കാർക്ക് ഈ വീടിൻ്റെ തേപ്പിൻ്റെ വർക്കിൽ കൂലി ഒക്കായിട്ടും അതേമാതിരി പണി ഇല്ലായിട്ടും ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി ഞാൻ വണ്ടൂരിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് ഞാൻ സെക്രട്ടേറിയറ്റിക്ക് നടക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് എൻ്റെ ഒപ്പമല്ലേ മലയാളി 100 ആൾക്കാർ വണ്ടൂർക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഞാൻ ഇത് ഫുള്ള് പറയുന്ന മുന്നേ ഞാൻ പോയത് അന്ന് വണ്ടൂരത്തെ ഒരു ചാനൽ അത് വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോസ് കാണിച്ചു തരാം. എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യം കൊണ്ട് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ വീഡിയോസ് ആദ്യം കാണി. അതിഥി തൊഴിലാളികളുടെ ആധിക്യം കാരണം തദ്ദേശീയർക്ക് ജോലി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കാളികാവ് സ്വദേശിയുടെ ഒറ്റയാൾ പോരാട്ടം. തദ്ദേശീയർക്ക് ജോലി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് കാൽനട യാത്ര നടത്തിയാണ് നീലാഞ്ചേരി സ്വദേശി KP മജീദിന്റെ വേറിട്ട പ്രതിഷേധം. തിങ്കളാഴ്ച രാവിലെ 7 മണിക്കാണ് പ്രതിഷേധ നടത്തം ആരംഭിച്ചത്. വണ്ടൂരങ്ങാടിയിൽ നിന്നും കാൽനടയായി പുറപ്പെട്ട മജീദിന് തിരുവനന്തപുരത്തെത്തി തന്റെ ആവശ്യം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിഥി തൊഴിലാളികൾ കുറഞ്ഞ വേതനമാണ് വാങ്ങുന്നത്. ഇങ്ങനെ ജോലി ചെയ്യാൻ തദ്ദേശീയർക്ക് സാധിക്കുന്നില്ല. കേരളത്തിലെ ജീവിത നിലവാരവും മറ്റ് സംസ്ഥാനങ്ങളിലെ നിലവാരവും വ്യത്യസ്തമാണ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന നാട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കണമെന്നും മജീദ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. അപ്പോൾ വീഡിയോസ് കണ്ടില്ലേ നിങ്ങൾ? എന്ന് വെച്ചാൽ വണ്ടൂർക്ക് രാവിലെ 7 മണിക്ക് ഈ 100 മലയാളി പണിക്കാരോട് ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ഓല് വരാമെന്ന് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ അത്രയും ഉറപ്പ് മേടിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടൂരത്തെ ചാനലാരോട് വിളിച്ചുകാണ്ട് ഞാൻ ഇന്ന ദിവസം ഞാൻ 6:30 മണിക്ക് ഞാൻ വണ്ടൂർ എത്തും പറഞ്ഞാണ്ട് ഞാനും എൻ്റെ പോലെ 100 പണിക്കാരും അവിടെ എത്തും പറഞ്ഞിട്ടാണ് ആ ചാനലുകാർ അന്ന് അവിടെ വന്നത്. എന്നിട്ട് അന്ന് ഞാൻ രാവിലെ 6:30 മണിക്ക് വണ്ടൂർ എത്തിയിട്ട് ഒരു മലയാളി പണിക്കാർ മാത്രം വന്നിക്കണം. ഒരാൾ മാത്രമാണ് എന്നെ യാത്രയാക്കാൻ വന്നത്. ബാക്കിയുള്ള ഒരു കുട്ടിയും വന്നില്ല. എന്നിട്ട് ഈ ചാനലുകാർ വണ്ടൂർ രാവിലെ അവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എന്നിട്ട് എടുത്തു നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ എടുത്തു എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആകെ, സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഇട്ട എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അതൊക്കെ ആകെ വേർത്തുങ്ങാണ്ട് ആകെ കുളിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ ഇവരോട് മറുപടി പറയുക, ഈ ചാനലുകാരോട് എന്താണ് മറുപടി പറയാമെന്ന് കരുതിങ്ങാണ്ട് ആകെ വേർത്ത് കുളിച്ച് നിൽക്കുന്നു. എന്ന് വെച്ചാൽ അത്രയും മലയാളി പണിക്കാർ എന്നെ യാത്രയാക്കാൻ, അവരെൻ്റെ ഒപ്പം പോരണ്ട, എന്ന് വെച്ചാൽ എന്നെ യാത്രയാക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇതൊക്കെയാണ് നമ്മളെ മലയാളി പണിക്കാരുടെ, എല്ലാ മലയാളി പണിക്കാരും ഞാൻ പറയില്ല, ഏകദേശം മലയാളി പണിക്കാരുടെ അവസ്ഥ. എന്ന് വെച്ചാൽ പരസ്പരം പാര, ചുരുക്കി പറഞ്ഞാൽ പരസ്പരം പാരയാണ്. അന്ന് എന്നിട്ട് ഞാൻ നടന്നു. ഏതായാലും പിന്നെ ചാനലാരോടും വരാൻ പറഞ്ഞു. അതേമാതിരി ഞാൻ ഏതായാലും ഇറങ്ങി പുറപ്പെട്ടു. അന്ന് ഞാൻ വണ്ടൂരിൽ നിന്ന് നടന്നിട്ട് ഞാൻ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വരെ നടന്നുകാണ്ട് അവിടുന്ന് ട്രെയിന് പോയി. അപ്പോൾ അന്ന് രാവിലെ വന്ന ആ മലയാളീസ് പണിക്കാരനില്ലേ, ആ മലയാളീസ് പണിക്കാർ ഞാൻ കൂടിയാണ്ട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുനിന്ന് പിന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിക്ക് എന്നുവെച്ചാൽ ട്രെയിനിന് പിന്നെ പോയി. എന്നുവെച്ചാൽ നടന്നില്ല. എന്നുവെച്ചാൽ ഇത്രയും മലയാളി പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അതുവരെ നടക്കണം? എന്നുവെച്ചാൽ അതുവരെ നടക്കാൻ പോയിട്ടുണ്ടായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ വലിയ ചാനലുകാരെ അറിയിച്ചുകാണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് അന്ന് ഞാൻ അത് ഏറ്റത്. ഒപ്പല്ലേ മലയാളീസ് അന്ന് എന്നെ വഞ്ചിച്ചു. ഇനി എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഒരു മലയാളി പണിക്കാരന് വേണ്ടിയാണ്ട് ഞാൻ കൂലി ഒത്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ പിന്നാലെ ഇനി നടക്കൂല. ഇതിനേക്കാളൊക്കെ നല്ലത് ബംഗാളീസ് തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ കേരളത്തിലെ ഓരോ മനുഷ്യന്മാരും ഈ ബംഗാളി പണിക്കാരെ വെച്ചാൽ വിളിക്കുന്നത്. അതെന്ന് വെച്ചാൽ ബംഗാളീസിനെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ അവർ കൃത്യത്തിന് വരും ചെയ്യും, നേരം പോക്കി പണിയെടുക്കുകയും ചെയ്യും. അവർ വെച്ചാൽ തീർക്കാൻ പറഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് ഒരു വീടിൻ്റെ പണി തീർക്കാൻ പറഞ്ഞാൽ അത് തീർക്കുകയും ചെയ്യും. വെറുതെ അല്ല മലയാളീസിന് പണി കിട്ടാത്തത് ഇപ്പോൾ എനിക്ക് നല്ലോണം ബോധ്യമായി. എന്നുവെച്ചാൽ മലയാളീസ് എല്ലാവരും ഞാൻ കുറ്റം പറയില്ല, ഏകദേശം ആൾക്കാരൊക്കെ പരസ്പരം പാരയാണ്. ഓക്കെ, ഇന്ന് അടുത്ത വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും.